ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമല്ലേ, നന്നായി മുരിങ്ങക്കായ ഉണ്ടാവില്ല. നമ്മളെ വീട്ടിലൊക്കെ കൊമ്പൊക്കെ ഒടിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നന്നായി വാഷ് ചെയ്തിട്ട് ഇതേമാതിരി തോലൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ തോല് ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ചെത്തി കൊടുത്താലും മതി കേട്ടോ. അത് അങ്ങനെ വരും, അങ്ങനെ എടുത്താലും മതി. അല്ലെങ്കിൽ കത്തിയോണ്ട് ഇങ്ങനെ ചെത്തി കൊടുത്താലും മതി. ഇനി ഇത് നമുക്കൊരു കുക്കറിലിട്ട് വെക്കാം. അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനാണ്, അതുകൊണ്ടാണ് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. ചെറിയ കുറച്ച് ഉപ്പിട്ട് എടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഇത് വേവട്ടെ. ഇപ്പം നമ്മളെ മുരിങ്ങ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, മുരിങ്ങക്കായി ഇത് കുറച്ച് മൂപ്പുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഈ തോടിയിൽ തന്നെ നിൽക്കും. നമുക്കൊരു കത്തിയൊന്നും ഇങ്ങനെ അടക്കി എടുക്കാം. കുറച്ച് മൂപ്പുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ലോണം വെന്തങ്ങ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാഷർ വെച്ചിട്ട് ഇങ്ങനെ മാഷ് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ട്. കുറച്ച് മൂത്ത മുരിങ്ങക്കായാണ്, അതുകൊണ്ടാണ്. നമുക്കിതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതൊരു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പരത്തുമ്പോൾ എളുപ്പമായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോഴൊക്കെ നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ. ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് മുരിങ്ങ. ഉപ്പ്, അത് ഉപ്പിട്ട് പുഴുങ്ങിയതല്ലേ, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ചില്ലി ഫ്ലെക്സ് ഒരു നുള്ളിൽ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില അത്രയും ഗുണമുള്ള സാധനമാണ്. അപ്പം അത് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അതൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ ഭക്ഷണത്തിൽ 2 തുള്ളി ചെറുനാരങ്ങ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ തൈര്. അധികം പൊടിയില്ലാത്ത നമുക്ക് ചേർത്ത് നോക്കാം. വെള്ളം ചേർക്കരുത്, നോക്കിയിട്ട് ചേർക്കാൻ മതി. പിന്നെ വെള്ളം ചേർത്താൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി പൊടിയിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. നമ്മൾ കണക്കാക്കിയാലും കുറച്ച് പൊടി കൂടി ഞാനിപ്പോൾ അതൊക്കെ ചേർത്തപ്പോൾ കുറച്ചും കൂടെ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം കണക്കാം. ഞാൻ 1 കപ്പ് അടുത്തത് പൊടി, അപ്പം ഇതിലേക്ക് കുറച്ചും കൂടെ പൊടി ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കേണ്ട ആവശ്യമാണില്ല. നന്നായി കുഴച്ചെടുക്കാം. അപ്പം നമുക്ക് കുഴച്ചെടുത്ത് ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ഇതുമാതിരി കുഴച്ചെടുക്കാം. കുറച്ച് കശുവണ്ടി എന്തെങ്കിലും ഒന്ന് മേലെ തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഉണങ്ങിപ്പോണ്ട. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ മതി. അവിടെ മൂടി വയ്ക്കട്ടെ. 10-20 മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ചപ്പാത്തി പരത്തിയെടുക്കാം. പൊടിയിട്ട് കൊടുക്കുക.
കുറച്ച് ഓയിലുള്ളിൽ കാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. പശു നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് കാറ്റി കൊടുത്താൽ, നല്ല നെയ്യ് ഉണ്ടെങ്കിൽ എന്നിട്ട് മടക്കി കൊടുക്കുക. ഈ ഭാഗം മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും പരത്തിയെടുക്കാം. എളുപ്പം കഴിഞ്ഞ് നമുക്ക് ഞാനൊരു കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാന്, അതിലേക്ക് ഇത് ചുട്ടെടുക്കും. അപ്പോൾ പാന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് വന്നാൽ അപ്പോൾ നല്ല ചൂടുള്ള കല്ലായതുകൊണ്ട് ഒരു വശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വെച്ച് കൊടുക്കാം. ഇനി ആ വശം നന്നായി വേവണം. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. മുരിങ്ങക്കായ കൊണ്ട്, മുരിങ്ങയുടെ ഇല വെച്ചിട്ട് ഒന്നിതിലുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ മുരിങ്ങക്കായ കൊണ്ട് ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ഇതേപോലെ പരത്തി കുഴച്ച് ഇതെടുക്കാം. ഇനി അടുത്തതും ചുട്ടാൽ നമുക്ക് ഒന്നുകൂടെ പരത്തി വെക്കാം. അതുമാതിരി പൊടി ഇട്ട് കൊടുക്കണം. പരത്തുമ്പോൾ കുറച്ച് നെയ്യ് പരത്തി കൊടുക്കാം. ഇതേപോലെ അത് നമുക്ക് ഒന്നുകൂടെ പരത്തി എളുപ്പം പരത്തിയിട്ട് കരിമുളക്. അപ്പോൾ അത് കരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ആ വശം നന്നായി വേവണം. ആ വശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യാക്കി വെക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എന്തിനു വേണമെങ്കിലും എടുക്കട്ടെ. നന്നായി പൊന്തി വരുന്നുണ്ട്. ഇതെടുക്കാം. നന്നായി അടർന്ന് വരും. അങ്ങനെ അടർന്ന് വരും. ചൂടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി, മുരിങ്ങക്കായ കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തി ഒക്കെ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാട്ടെ. ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ അടർന്ന് വരും. കണ്ടോ, നല്ല ചൂടുമുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബായ്. ഇതിന് വലിയ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. വല്ല ചട്നിയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഓക്കെ, ബൈ.